നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സീക്വൽ ഇറക്കി ഡെപ്ത് കളഞ്ഞ ചില സിനിമകളാണ്. ലിസ്റ്റിലാക്കിയത് നിലവിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയ നമ്മുടെ ദൃശ്യം 3 സിനിമ തന്നെയാണ്. ഈ ദൃശ്യം 3 ഇറങ്ങിയ ടൈമിൽ തിയേറ്ററിൽ ഒരു മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. എന്നാൽ നിലവിൽ OTT വന്നപ്പോൾ എയറിലാണ്. ഒന്നാമത്തെ മെയിൻ കാര്യമാണ് ഈ ഒരു വരുണിന്റെ ഡാഡി അഥവാ മിസ്റ്റർ പ്രഭാകർ. ദൃശ്യം 1ലിന്റെ ഒരാൾ ഇങ്ങനെയാണ്. അതായത് ശരിയാണ്, മകന് ഞങ്ങളൽപ്പം കൂടുതൽ ഫ്രീഡം കൊടുത്തു വളർത്തി. മകൻ അവരെ ഉപദ്രവിക്കാൻ പോയി, അവര് തൂമ്പയ്ക്ക് അടിച്ചുവിട്ടു. അന്ന് മുതൽ സ്കെൽട്ടൻ വരുമായി. ഇത് മനസ്സിലാക്കുന്ന ഒരു ഡാഡിയായിരുന്നു. അതായത് ഇത് മകൻ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടിയുടെ സൈഡ് കൂടി ചിന്തിച്ച ഒരു ഡാഡിയായിരുന്നു. സിദ്ദിഖിന്റെ ഒരു യുണീക്ക് ക്യാരക്ടർ ആയിരുന്നു. മികച്ചൊരു ക്യാരക്ടർ ഡെപ്ത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മകൻ എന്തു തന്നെ സംഭവിച്ചാലും അതിന്റെ കാരണക്കാര് അവനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കാതെ പോയ ഞങ്ങൾ തന്നെയാണ്. ജോർജുട്ടി, എന്റെ മോൻ ചെയ്ത എല്ലാ തെറ്റിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? ഞാൻ കാല് പിടിക്കും. ഗീത പ്രഭാകറിന്റെ ക്യാരക്ടർ നോക്കിയാൽ തുടക്കം മുതലേ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. എന്നാൽ ദൃശ്യം 3ലേക്ക് വന്നപ്പോൾ വരുണിന്റെ ഡാഡി ഇതേപോലെയായി. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി വീണ്ടെടുക്കാൻ 5 കോടി മുടക്കാനും എനിക്ക് മടിയില്ല. അതായത് ഒരു സൈക്കോ ഡാഡിയായി. നമ്മൾ പണ്ട് മുതലേ കാണുന്ന സിദ്ദിഖിന്റെ ആ ഒരു ടിപ്പിക്കൽ വില്ലൻ ക്യാരക്ടർ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ പിന്നാലെ പല രൂപത്തിലും ഭാവത്തിലും ഞാനുണ്ടാവും. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ഈ ജോർജ് കുട്ടി അങ്ങനെ അതിബുദ്ധിമാനായ ഒരു ക്രിമിനൽ ഒന്നും അല്ല സർ. ഇതുപോലെ ജോർജ് കുട്ടിയുടെ കാര്യം നോക്കിയാൽ ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്തും ഈ ഒരു സിനിമയിൽ പോയി. ആദ്യ സിനിമകളിൽ ജോർജ് കുട്ടി ഒരു പാവമായിട്ടുള്ള സാധാരണക്കാരനായ ഒരു നാട്ടുംപുറത്തുകാരനാണ്. ദൃശ്യം 2ലേക്ക് വന്നപ്പോൾ ആളലിപ്പം കൂടി റിച്ചായ ഒരു ബിസിനസ്മാനായി. ജോർജ് കുട്ടി ഇപ്പോൾ അത്യാവശ്യം റിച്ചാണ്. ആ ഒരു സാധാരണക്കാരനായ ജോർജ് കുട്ടിയല്ല, പക്ഷെ അപ്പോഴും പാവമായ ആ ഒരു പഴയ ജോർജ് കുട്ടിയാണ്. പക്ഷെ ദൃശ്യം 3ലേക്ക് വന്നപ്പോൾ ജോർജ് കുട്ടി അല്പം കൂടി റിച്ചായി, ഒരു വലിയ പ്രൊഡ്യൂസറായി, അത്യാവശ്യം ഇൻഫ്ലുവൻസും ഉണ്ട്. ഇനി ക്യാരക്ടർ വൈസ് നോക്കിയാൽ ഇത് പാവമായ ആ ഒരു പഴയ ജോർജ് കുട്ടിയല്ല, ഇത് ജോർജ് കുട്ടിയേ അല്ല. മകളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്നായിരുന്നു പഴയ ജോർജ് കുട്ടിയുടെ റോള്. എന്നാൽ ഈ ഒരു ജോർജ് കുട്ടി അങ്ങനെയല്ല. രക്ഷിക്കാൻ നോക്കി മകളെ രക്ഷിക്കാൻ, മകളെ കൊല്ലാൻ വരെ എനിക്ക് മടിയില്ല. അങ്ങനെയായി വരികയാണ്. അങ്ങനെ ഒരു സൈക്കോ ജോർജ് കുട്ടിയായി വരികയാണ്. മാത്രവുമല്ല ജോർജ് കുട്ടിക്ക് സിനിമയിൽ ചെറിയൊരു ഫൈറ്റ് സീൻ എല്ലാം വരുന്നു. നമുക്ക് ആ പഴയ ജോർജ് കുട്ടിയോട് തോന്നുന്ന ആ ഒരു പാവം തോന്നുന്ന ഫീലിങ്സ് ഈ ഒരു ജോർജ് കുട്ടിയോട് കുറവായിരിക്കും. കാരണം ഇത് ജോർജ് കുട്ടിയേ അല്ല. നമ്മൾ ഈ അടിക്കുന്ന അടിയെല്ലാം നോക്കിയാൽ ആ വാസുവണ്ണൻ സഹദേവൻ വരെ സല്യൂട്ട് അടിക്കുന്നു. കാരണം അയാൾ പോലും ഇത്രയൊന്നും ചെയ്യാൻ പോണില്ല. ഇത് ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. ഇവിടെ ഒരു പുതിയ സ്കെൽട്ടൻ കൂടി ഉണ്ടാവുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബ്രില്യന്റ് ആയ ജോർജ് കുട്ടിക്ക് ഇതിന്റെ ആവശ്യമേ ഇല്ല. ജോർജ് കുട്ടി അവിടെ വെറുതെ നിന്നുവെന്ന് കരുതുക. പോലീസ് വന്ന് ജോർജ് കുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോഴും ജോർജ് കുട്ടിക്ക് ഈസിയായി മാസമായി ഇറങ്ങി വരാൻ പറ്റും. ജോർജ് കുട്ടിയെ വാസുവണ്ണൻ ഫോണിൽ വിളിച്ച തെളിവുണ്ടാവും. CCTV ഫുട്ടേജ് നോക്കാൻ പറ്റും. മാത്രമല്ല ഫോറൻസിക് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ റൂമിലെ ബ്ലഡ് നോക്കുമ്പോൾ ആ ഒരു ബ്ലഡിൽ കെമിക്കൽ കലർന്നത് ഈസിയായി കണ്ടുപിടിക്കുക. അതായത് വാസുവണ്ണനും കല്യാണ ചെക്കനും കൂടി ആ ബ്ലഡ് സെപ്പറേറ്റ് ആയി കൊണ്ടുവരുന്നു. അതായത് കല്യാണ ചെക്കന്റെ ബ്ലഡ് ഇതെല്ലാം റൂമിൽ തളിക്കുന്നു. പോലീസ് വരുമ്പോൾ ജോർജ് കുട്ടിയുടെ മകളെ ഉപദ്രവിച്ചു, അങ്ങനെ വരുത്തി തീർക്കണം. പക്ഷെ കല്യാണ ചെക്കന്റെ ബ്ലഡ് നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ച് അത് ലിക്വിഡായി തന്നെ ഇവിടെ കൊണ്ടുവന്ന് തളിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ബോഡിയിൽ നിന്ന് ബ്ലഡ് എടുത്താൽ 8 മിനിറ്റ് ടൈമിനുള്ളിൽ ആ ബ്ലഡ് കട്ട പിടിച്ച് തുടങ്ങും. സ്റ്റോർ ചെയ്ത് വെച്ച് ലിക്വിഡായി തന്നെ തളിക്കണമെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള കെമിക്കൽ ഇതിൽ ചേർക്കണം. ഫോറൻസിക് ഇതെല്ലാം ഈസിയായി കണ്ടുപിടിക്കും. ഇനി ഇത് ഫേക്ക് ബ്ലഡ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട, പിറ്റേ ദിവസം തന്നെ വാസുവണ്ണനെ കോളറിന് പിടിച്ചവർ കൊണ്ടുപോകും. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ചെറിയൊരു ലാബ് ടെസ്റ്റ് നടത്തിയാൽ തന്നെ മനസ്സിലാവും മകളുടെ ബോഡിയിൽ മയക്കുമരുന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാൾക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം മിസ്റ്റർ പ്രഭാകർ 2 കൊല്ലം ഇരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്ലാനാണ്. അതും ഇത്രയും വലിയൊരു മണ്ടൻ പ്ലാൻ. ഇതിനും ഭേദം പ്രഭാകർ ഒരു AI വീഡിയോ ഉണ്ടാക്കി ഗീത പ്രഭാകറിനെ TV-യിലിട്ട് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു. ഈ പ്ലാൻ വെച്ച് നോക്കിയാൽ അത് പിന്നെയും സക്സസ് ആവും. പ്രഭാകറിന് ബുദ്ധിയില്ലെങ്കിലും നല്ല പൈസയും ഉണ്ട്. ഗീതയ്ക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാലും മതിയെങ്കിൽ ഇന്നത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ജോർജ് കുട്ടി ജയിലിൽ പോകുന്ന ഒരു AI വീഡിയോ ഉണ്ടാക്കാം. വേണമെങ്കിൽ മകളെയും ജയിലിലേക്ക് വിടാം. ജോർജ് കുട്ടിയെ പിടിച്ച് ആസിഡിൽ മുക്കി പിടിക്കുന്ന വീഡിയോ വരെ ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് ആളുകളെ എല്ലാം പറഞ്ഞ് സെറ്റാക്കി ഗീതയ്ക്ക് വേണ്ടി മാത്രമായ ഒരു ഡ്രാമ സ്വന്തം വീട്ടിൽ കളിച്ചിരുന്നെങ്കിൽ അത് ഈ ഡ്രാമയേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആവുമായിരുന്നു. നമ്മൾ ദൃശ്യം 1 ഉം 2 എല്ലാം നോക്കിയാൽ പ്രഭാകർ അത്യാവശ്യം ഒരു വിവരമുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിൽ പ്രഭാകർ ഒരു കോമഡി പീസാണ്. സഹദേവന്റെ സഹായത്തോടെ
ഞാൻ എന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. അതിനുവേണ്ടി 3-4 കല്യാണ ബ്രോക്കർമാരെ കയ്യിലെടുത്തു. നമ്മുടെ ദൃശ്യം 2 സിനിമ ഒരു നല്ല സിറ്റുവേഷനിൽ തിയേറ്റർ റിലീസ് വെച്ചിരുന്നെങ്കിൽ എന്തായാലും ഒരു 300 കോടിക്കടുത്ത് കളക്ഷൻ നേടും. കാരണം ഫുള്ളി പോസിറ്റീവ് ആയിരുന്നു. ദൃശ്യം 3 സിനിമയ്ക്ക് ഒരുപാട് പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഒരുപാട് മിക്സഡ് റെസ്പോൺസും ഉണ്ടായിരുന്നു. എന്നിട്ട് വരെ 240 കോടിക്കടുത്ത് കളക്ഷൻ നേടി. കാരണം ദൃശ്യം ഒരു ബ്രാൻഡാണ്. നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ലോജിക്ക് നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മാസ് സിനിമകൾ, കോമഡി സിനിമകൾ ഇതിനൊന്നും ഇതിന്റെ ആവശ്യമേ ഇല്ല. പക്ഷെ ചില സീരിയസ് ത്രില്ലർ സിനിമകൾ മാക്സിമം ലോജിക്കെല്ലാം നോക്കി പ്ലോട്ട് ഹോളുകളെല്ലാം അടിച്ച് റിയലിസ്റ്റിക്കലി നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള ഒരു സിനിമയാണ് ദൃശ്യം സിനിമ. ആദ്യ സിനിമകൾക്ക് അത്രയും പവർഫുൾ ആയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇത് തന്നെയാണ് ദൃശ്യത്തെ യുണീക്കാക്കി മാറ്റിയത്. ഇത് പാൻ ഇന്ത്യൻ അല്ല, ഇന്ത്യക്ക് പുറത്തും അറിയപ്പെട്ട സിനിമയാണ്. ചൈനയിൽ ഇതിന്റെ റൈറ്റ്സ് വാങ്ങി ഷീപ്പ് വിത്തൗട്ട് ഷെപ്പേർഡ് എന്ന ചൈനീസ് റീമേക്ക് ഇറക്കി. അതവിടെ 1000 കോടി കളക്ഷൻ നേടി. ഇതുപോലെ നമ്മുടെ അമേരിക്കൻ ഹോളിവുഡ് സിനിമ വരെ ദൃശ്യ സിനിമയുടെ റൈറ്റ്സ് വാങ്ങി നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ വരെ ദൃശ്യ സിനിമയുടെ റീമേക്കായ പാപനാശം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിനിമയാണിത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ദൃശ്യം 3യുടെ ലോജിക്കും ആദ്യ സിനിമകൾ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നായിരുന്നു. ജോർജ് കുട്ടി തുടക്കം മുതലേ കഷ്ടപ്പെട്ടതെല്ലാം ചെയ്യുന്നത് ജയിലിൽ പോകാതിരിക്കാൻ, കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ ഒരു സിനിമയിൽ ജോർജ് കുട്ടിക്ക് തിരിച്ചു കിട്ടിയത് ഓൾറെഡി ഒരു ഷോക്കിലിരിക്കുന്ന മകളുടെ കല്യാണം ഫസ്റ്റ് ഡേ തന്നെ ചീറ്റിംഗ് ആയി. കല്യാണ ചെക്കൻ ചതിച്ചു, മയക്കുമരുന്ന് കൊടുത്തു, ഉപദ്രവിച്ചു, കേസിൽ പെടുത്താൻ നോക്കി. ജോർജ് കുട്ടിക്ക് തന്നെ ഉപദ്രവിക്കേണ്ടി വന്നു. ലാസ്റ്റ് വരുണിന്റെ കേസ് ഏറ്റു പറഞ്ഞു 5 കൊല്ലത്തേക്ക് ജയിലിലുമായി. ഈ സഹദേവന്റെ വീഡിയോ ജോർജ് കുട്ടിയുടെ കയ്യിലുണ്ട്. അതായത് വരുണിന്റെ ഡാഡി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തത് എന്നുള്ള വീഡിയോ. ജോർജ് കുട്ടി അത് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താണ് ശിക്ഷ 5 കൊല്ലം കിട്ടുന്ന വിധം ചുരുക്കി ഫയൽ എഴുതിയത്. പക്ഷെ അപ്പോഴും വരുണിന്റെ ഡാഡി പറയുന്നുണ്ട് ഇതിനീ ദാനം തന്നതാണ് എന്നുള്ള ചിന്തയൊന്നും വേണ്ട, ഞാൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇനിയും നിന്റെയൊക്കെ പുറകെ ഉണ്ടാവുമെന്ന്. അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടി സ്വയം ഏറ്റു പറഞ്ഞ് ജയിലിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. കാരണം വരുണിന്റെ ഡാഡിയുടെ കയ്യിൽ ഇനിയും വേറെ പ്ലാനുകളുണ്ട്. ഇനി ജോർജ് കുട്ടി സ്വയം ഒരു മൃഗമായി വരികയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജയിലിലേക്ക് പോകുന്നതാണെങ്കിലും അതും ഇവിടെ വീക്കാവും. കാരണം വരുണിന്റെ ഡാഡി തൊട്ട് മുമ്പ് വരെ ഭീഷണിപ്പെടുത്തി. എല്ലാം കഴിഞ്ഞ് ജോർജ് കുട്ടി ജയിലിലേക്ക് പോകുമ്പോൾ വരുണിന്റെ മമ്മി പറയുന്നു എനിക്ക് ഇവൻ പോരാ, അവള് തന്നെ വേണമെന്ന്. അതായത് വരുണിന്റെ മമ്മിയും ഡാഡിയും കൂടി ഇനിയും ഒരു വരവ് കൂടി വരുമെന്ന്. ഇവരെ രക്ഷിക്കാൻ ഇപ്പോൾ ജോർജ് കുട്ടിയില്ല. ഇവർക്ക് ഈസി ആയി ട്രാപ്പ് ചെയ്യാം. ഹീറോ അകത്ത് പോയാൽ ആ കുടുംബം തകരില്ലേ? ഒന്ന് ചിന്തിച്ചപ്പോ അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ? എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഇത് വെച്ച് നോക്കുമ്പോൾ ദൃശ്യം ചൈനീസ് സിനിമയിൽ ചൈനീസ് ജോർജ് കുട്ടി ഇത് ആദ്യമേ ചെയ്തു. ചൈനീസ് വരുണിനെ തൂമ്പക്കടിച്ചു വിട്ടു, ഇതുപോലെ തന്നെ കുഴിച്ചിട്ടു. പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ജോർജ് കുട്ടി തന്നെ കുറ്റമേറ്റി പറഞ്ഞ് ജയിലിലേക്ക് പോയി. ചൈനയിൽ ലീഗലി മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റിനെ പറ്റിക്കുന്ന രീതിയിൽ സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ ജോർജ് കുട്ടി ജയിലിലേക്ക് പോകാനായിരുന്നെങ്കിൽ ആദ്യമേ പോരുന്നെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ദൃശ്യം 4ലേക്കും ഒരു ഹിന്റ് കൊടുത്തിട്ടുണ്ട്. ആ സ്കെൽട്ടൻ വരുൺ എന്തായാലും ഇവരെ പ്രാവുന്നുണ്ടാവും. ആകെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ വരുൺ മനുഷ്യനായിട്ട് സിനിമയിലുള്ളൂ. പിന്നീട് അങ്ങോട്ട് കുഴിയിലാണ്. ദൃശ്യം 2ൽ സ്കെൽട്ടനെങ്കിലും ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ജോർജ് കുട്ടി അതും കൊണ്ടുപോയി. അത് കൊണ്ടുപോയി ആസിഡിൽ മുക്കി. ഇനി ഒരു പൊടിയായിട്ടേ വരുൺ ഈ സിനിമയിലുള്ളൂ. എന്നിട്ടും വരുണിനെ വിടുന്നില്ല. മറ്റൊരു കാര്യമാണ്, ഞാൻ കല്യാണ ചെക്കൻ എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായി. ഈ ഒരു ക്യാരക്ടറിന്റെ യഥാർത്ഥ പേര് അവിര എന്നാണ്. പേര് തന്നെ അല്പം കൺഫ്യൂസിംഗ് ആണ്. വരുണിന്റെ ഡാഡി അവർക്ക് അല്പം പൈസ കൊടുത്ത് സഹായിച്ചു. അതിന് ജീവിതകാലം മുഴുവൻ വരുണിന്റെ ഡാഡിയുടെ അടിമക്കണ്ണാവണം. ബിസിനസ് ഉപേക്ഷിച്ച് നാട്ടിൽ പോകണം. നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പറ്റിച്ച് ജോർജ് കുട്ടിയുടെ മോളെ കല്യാണം കഴിക്കണം. പെട്ടെന്ന് തന്നെ നാടും വിടണം. ഫിഷിംഗ് ബോട്ടിൽ കയറി രാമേശ്വരം വഴി വെറും 250 ഇന്ത്യക്കാർ മാത്രമുള്ള ടുണീഷ്യ എന്ന രാജ്യത്തേക്ക്. പിന്നീട് ജീവിതകാലം മുഴുവൻ അവിടെ. ഇതിന്റെ ഇടയിൽ ആ വാസോണനെങ്ങാനും തട്ടിയിരുന്നെങ്കിൽ സ്കെൽട്ടൻ വരുണിന്റെ കൂട്ടായി കുഴിയിലും കിടക്കണം. ഇതിനും ഭേദം ജോർജ് കുട്ടിയോട് പൈസ ചോദിച്ചാൽ മതിയായിരുന്നു. ഇത്രയൊക്കെ പ്രഭാകരന് വേണ്ടി ചെയ്യണമെങ്കിൽ ഇവനൊരു സാധാരണ ആളാവാൻ വഴിയില്ല. ദൃശ്യം 4 വന്നാലേ അറിയാൻ പറ്റൂ പ്രഭാകരൻ ഇനി സീക്രട്ടായി മറ്റൊരു മകൻ കൂടി ഉണ്ടോ എന്നുള്ളത്. ആ സ്കെൽട്ടൻ വരും വരെ സ്വന്തം ഡാഡിക്ക് വേണ്ടി ഇത്രയൊന്നും ചെയ്യാൻ പോണില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ദൃശ്യം 3യുടെ ഹിന്ദി സിനിമയാണ്. അവരത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദൃശ്യം 3യുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഒരു പുതിയ സ്റ്റോറിയാണ്. ഹിന്ദി ദൃശ്യം 1ഉം 2ഉം നമ്മുടെ അതേ റീമേക്ക് ആയിരുന്നു. ഹിന്ദി ദൃശ്യം 2ന്റെ കാര്യം നോക്കിയാൽ അതിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മുടെ ദൃശ്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ ചില സീനുകൾ അവര് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഇതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ ദൃശ്യം 2 ഷൂട്ട് ചെയ്യുമ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട പല പല ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവർ ഷൂട്ട് ചെയ്യുമ്പോൾ അതല്പം കുറവായിരുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് ഹാഫിലെ ത്രില്ലിംഗ് മോഡ് ഓൺ ആക്കി. പക്ഷേ സെക്കൻഡ് ഹാഫ് അത് മലയാളം തന്നെ കൊണ്ടുപോയി. പക്ഷെ ദൃശ്യം 3യുടെ കാര്യം നമുക്കറിയില്ല. ദൃശ്യം 4 സിനിമ ഇനി അഥവാ വരികയാണെങ്കിൽ ബെറ്റർ ആവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം.